തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു അമ്മയുടെയും മകന്റെയും സ്നേഹമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഏതൊരമ്മയ്ക്കും തൻ്റെ മകൻ ഇന്ന സ്ഥാനത്ത് എത്തണമെന്ന ഒരു ലക്ഷ്യമുണ്ടാകണം. വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടിയാണ് ഒരു കുട്ടിയെ ഓരോ മാതാപിതാക്കളും വളർത്തേണ്ടത്. നമ്മൾ ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ ലക്ഷ്യമില്ലാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു യാത്ര അത് എവിടെയും എത്തിച്ചേരുകയില്ല. നമ്മുടെ ഇന്നത്തെ തലമുറയാകട്ടെ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ പല പല ചിന്തകളുമായി വളർന്നു വരുന്നു. അച്ഛനമ്മമാർ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ വഴി പിഴച്ചു പോകുന്നത്. വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ പലരുടെയും ജീവിതം പരാജയമായി തീരുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവിടെയുള്ള ഈ അമ്മയും മകനും ഒരുപോലെ തന്നെ അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി പ്രയത്നിച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു വകയുണ്ടായത്. അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ തയ്യാറായിരിക്കണം. ത്യാഗം ചെയ്താൽ മാത്രം പോരാ, അവരെ നേർവഴിയെ തെളിക്കുവാനും സാധിക്കണം. ഇവരുടെ ഈ സന്തോഷം എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. കുട്ടികളെ വളർത്തുമ്പോൾ അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ മക്കളിൽ ഒരു വ്യക്തമായ ലക്ഷ്യബോധം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ലക്ഷ്യബോധമില്ലാത്ത ഒരു കുട്ടിയിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി അത് അവൻ്റെ മനസ്സിൽ പതിപ്പിക്കണം. അതിനുവേണ്ടി അവൻ കഠിനം പ്രയത്നം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. പണ്ടെല്ലാം അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വീരപുരുഷന്മാരുടെയും ചരിത്ര സംഭവങ്ങളെല്ലാം വർണ്ണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ വീരപുരുഷന്മാരും അവർക്കുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന കഥകൾ. ഓരോ കുട്ടിക്കും ലക്ഷ്യബോധമുണ്ടെങ്കിൽ മാത്രമേ അത് രാഷ്ട്ര നിർമ്മിതിയെ സഹായിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവർ നിർഗുണരായി വളരുകയും ചെയ്യും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രി എന്ന പദത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ചെറുപ്പത്തിൽ അദ്ദേഹം ചായ വിറ്റിരുന്നതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തെ അതുപോലെ തന്നെയാണ് വളർത്തിയിട്ടുള്ളതും. ആ അമ്മയ്ക്ക് തൻ്റെ മകനിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ മകൻ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. മാത്രമല്ല, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും ശക്തനായ നേതാവ് അദ്ദേഹം തന്നെയാണ്. അവിടെ നരേന്ദ്രമോദിയുടെ അമ്മയുടെയും കഠിന പ്രയത്നമുള്ളതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. പണ്ട് മുത്തശ്ശിമാരും അമ്മമാരുമെല്ലാം അവരുടെ കുട്ടികൾക്ക് ചരിത്ര സംഭവങ്ങളുടെയും വീരപുരുഷന്മാരുടെയുമെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്നുകാലത്തെ അമ്മമാർക്ക് കഥകൾ അറിയില്ല, അവർ വായിക്കുവാൻ ശ്രമിക്കുന്നില്ല. അവർ തന്നെ കഥയില്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും കഥയില്ലാതെയാണ് അവരുടെ മക്കൾ വളർന്നു വരുന്നതും ജീവിക്കുന്നതും. വീഡിയോയിൽ കാണുന്ന ഈ അമ്മ 30 വർഷം ലെബനോയിൽ വീട്ടുജോലിക്കാരിയായി ജീവിച്ചു. അതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ മകന് നല്ല വിദ്യാഭ്യാസം നൽകുക. മകൻ പഠിച്ച് മിടുക്കനായി ഒരു പൈലറ്റായി. എത്തിയോപ്യൻ എയർലൈൻസിൽ ജോലി കിട്ടി. എത്തിയോപ്യൻ എയർലൈൻസ് പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ സമൂഹത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്ന 2 പേർ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്.
നമ്മുടെ കുട്ടികൾ ഓരോ പ്രതിസന്ധികൾ ജീവിതത്തിൽ തരണം ചെയ്തു തന്നെയാണ് ജീവിക്കേണ്ടതും വളരേണ്ടതും. എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ടു പോകുവാനുള്ള കരുത്തുണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാതെ യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ എത്തുന്നവൻ ഒരിടത്തും എത്താറില്ല. ഇന്നത്തെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുതന്നെയാണ് അവർ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ ജീവിക്കുന്നവന് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ ഇല്ലാതെയായി പോകുന്നു. തൻ്റെ വിഷമമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിച്ച് അവൻ ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം. അതുകൊണ്ട് കുട്ടികൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് വളരേണ്ടത്. Ah, cara de